ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയിൽ മാത്തൂർ അക്വാടെക് എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കാരണം അങ്ങോട്ട് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. ഒരു സൈഡ് ഫുൾ ഇതുപോലെ സെയിലാണ് കേട്ടോ. പൈനാപ്പിൾ, മാങ്ങ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണ്. വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിനി എൻട്രൻസ് ഒന്നും ആ സ്ഥലത്താണ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇനി ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ അത്രയും പൈനാപ്പിൾ വെച്ചിട്ട് കാണാം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതൊക്കെ മേടിച്ചിട്ട് അകത്തേക്ക് പോകാമെന്നാണ് കേട്ടോ. വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് അകത്തോട്ട് പോകണമായിരിക്കും നല്ലത്. കാരണം അകത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളത് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാൻ 42 രൂപ കേട്ടോ 2 പേർക്ക് ടിക്കറ്റ് എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് അകത്തേക്ക് കയറി കേട്ടോ. ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നതാണോ. അപ്പം നമ്മളിനി ഇപ്പോൾ ഒരു ഏകദേശം ഒരു 12:15 കേട്ടോ. 12:15 ഇങ്ങനെ ഈ വെയിലത്തിന് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാത്തൂർ തൊട്ടിപ്പാലം എന്ന് പറയുന്ന ആ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും നീളം കൂടിയതുമായിട്ടുള്ള ഒരു അക്വാടെക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് കന്യാകുമാരി ജില്ലയിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതാണ് ആ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ വെള്ളം ഒഴുകുന്നതാണ് കേട്ടോ. താഴെ നമുക്ക് ആ ഒരു റിവർ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കനാൽ നിർമ്മിച്ചതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കൃഷിയാണ് കേട്ടോ. കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. 2 മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങ് താഴെ ഒരു പാലത്തിൻ്റെ വർക്ക് കിടപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആറ് ഒഴുകുന്നത് കാണാം. ഈ കാണുന്നതൊക്കെ റബ്ബറിൻ്റെ മരമാണ് കേട്ടോ. നമുക്ക് ദൂരെ വലിയ മലകളൊക്കെ കാണാം. നമുക്ക് ഈ സൈഡിലേക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് താഴെ ആ ഒരു പുഴ കാണാൻ കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിൽ അവിടെ സ്റ്റെപ്പുണ്ട്, അതുവഴി ഇങ്ങനെ ഇറങ്ങി നമുക്ക് ഈ ഒരു പുഴയിലേക്ക് വരാൻ കേട്ടോ. ഇവിടെ പാലത്തിൻ്റെ പണിയിൽ നടക്കുകയാണ്. അങ്ങ് ദൂരെ ഒരു മല കാണാൻ പറ്റുന്നുണ്ടോ. സൂം ചെയ്ത് നോക്കാം അവിടെ എന്തെങ്കിലും. നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ ഒന്ന് കാണിച്ചിടാം. താഴേക്ക് ആൾക്കാരൊക്കെ നിന്നിട്ട് കുളിക്കുന്നതുണ്ട്. ആ ഒരു കാണുന്നുണ്ടോ അവർ നാട്ടിലേക്ക് നിന്ന് ആൾക്കാർ കുളിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല കാറ്റുമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നടന്ന് താഴോട്ട് പോകണം. നമുക്ക് ആ ഒരു റിവറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാം കേട്ടോ. ഇപ്പോൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് കുടിക്കാൻ്റെയൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഒരു സോഡ മേടിച്ചു കേട്ടോ. സോഡയ്ക്ക് നല്ല കത്തിലായിട്ടാണ്. ഒരു സോഡയ്ക്ക് 40 രൂപ കേട്ടോ. ഇതുപോലത്തെ കടകളുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ മേൽക്കൂടെ നമ്മൾ നടന്നു വന്നു കേട്ടോ. ഇത് ഏഷ്യയിലെ തന്നെ നീളം കൂടിയതും ഉയരം കൂടിയതായിട്ടുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വീതി കുറവാണ് കിട്ടുന്നുണ്ട്. പക്ഷേ താഴെ വന്നിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അടിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല വീതി ഉണ്ട് കേട്ടോ. നമ്മൾ മേളിൽ നിന്ന് കാണുന്നതൊക്കെയല്ല, അടിയിൽ വരുമ്പോഴത്തേക്കും നല്ല വീതിയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന ഒരു റിവറിലേക്കാണ് പോകുന്നത്, ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു ബ്രിഡ്ജ് 115 മീറ്റർ ഹൈറ്റിൽ 1 കിലോമീറ്റർ നീളത്തിലാണ് ഈ കാണുന്ന ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടാണ്. 1966 ഈ കാണുന്ന ഒരു ബ്രിഡ്ജ് ഇവിടെ നിർമ്മിച്ചത്. അപ്പോൾ കന്യാകുമാരി ജില്ലയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് മിസ് ചെയ്യരുത്. ഇതും വന്ന് കാണാൻ അടിപൊളിയായിട്ട് സംഭവം കാണാനൊക്കെ. നമ്മൾ വന്നിട്ട് ഇനിയിപ്പോൾ ഇതിന് മേളിലേക്ക് നടന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ താഴേക്ക് വന്നിട്ട് ഇവിടെ ഒരു ടവർ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ടവറിൻ്റെ അകത്ത് കാഴ്ചകളൊക്കെ കാണിച്ചാൽ ഇവിടെ വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്ത് ചക്ക വറുക്കുന്നുണ്ട് കേട്ടോ. മേളിലായി കണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ചെറിയ കടകളുണ്ട്. വേണ്ടമ്മ
അപ്പോൾ നമ്മൾ ചിപ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാകുമ്പോൾ ചിപ്സ് വേണോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ടവർ ഇതാണ് കേട്ടോ. നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്ക് ടവറായിട്ട് തോന്നുന്നില്ല, പക്ഷേ താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് ടവർ ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും കറക്റ്റ് 115 മീറ്റർ എന്ന് പറയുന്ന കേട്ടോ. കാരണം ആ ഒരു സൈഡിലായിട്ട് അത്ര ഹൈറ്റ് ഇല്ല, ഈ ഒരു ഭാഗത്തേക്കാണ് നല്ല ഹൈറ്റ് വന്നത് ഈ ഒരു തൂണിന് വന്നിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ടവറാണ് കേട്ടോ. ഈ ടവറിൻ്റെ മുകളിൽ നിന്നിട്ട് കാണുവാൻ വേണ്ടിയിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് ഈ ടവറിലേക്കാണ് വന്ന് ഇറങ്ങുന്നത്. ഈ ടവറിൽ നിന്ന് നേരെ താഴേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ കുറച്ച് പാർക്കുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ കളിക്കാനായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ശബ്ദം ഇങ്ങനെ കേൾക്കാം കേട്ടോ, വീട്ടിലടിക്കുന്നത്. എന്നിട്ട് വണ്ടിയിലൊക്കെ ആ സൈഡിൽ പോയിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതുവഴി ഇങ്ങനെ കയറി മുകളിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കൂടെ കയറി വന്ന് നമ്മൾ അപ്പുറ സൈഡിൽ വന്നിട്ട് അവിടെ നേരെ ആ ടവറിൻ്റെ മുകളിലേക്കാണ് വന്നത്. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഈ കാണുന്ന ആ ഒരു പാർക്കിൻ്റെ ഭാഗത്തേക്കാണ് വന്നത് കേട്ടോ. ഇവിടെ 2 ജിറാഫിൻ്റെ 2 പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ പോകുമ്പോൾ കുട്ടികൾ കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഐസ്ക്രീമും പോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ആ 1 കിലോമീറ്റർ നീളമുള്ള ആ പാലത്തിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് എനിക്ക് തോന്നുന്നത് 115 മീറ്റർ ഹൈറ്റ് വരുന്നത്. ബാക്കി എല്ലാ ഭാഗത്തും അത്ര ഹൈറ്റ് ഇല്ല, ഈ കാണുന്ന പോലെ ഹൈറ്റ് കുറവാണ്. ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ് വരുന്നത് തോന്നുന്നത്. നമ്മൾ ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കാണുന്ന ആ ഒരു താഴത്തെ ബ്രിഡ്ജ് ഇതാണ് പണി നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പണിയാണ് നമ്മൾ നേരെ അതിൻ്റെ മുകളിൽ നിന്നപ്പോൾ കണ്ടത്. ഇതാണ് ആ ഒരു റിവർ കേട്ടോ. ഇല്ല, അതിൻ്റെ മുകളിൽ ഇപ്പോഴും ആൾക്കാർ നിൽക്കുന്നതാണ്. നമുക്ക് ഇനിയിപ്പോൾ തിരിച്ച് ഇതുവഴി മുകളിലേക്കാണ് പോകേണ്ടത് കേട്ടോ. ബ്രിഡ്ജിൻ്റെ താഴെ കേട്ടോ. ഇവിടെ ഒന്നും പോകാൻ കഴിയായിട്ട് നിന്നിപ്പോൾ വെള്ളത്തിൽ അത്രയും മീനാണ് കേട്ടോ. ഇഷ്ടം പോലെ മീൻ വരുന്നുണ്ട്. നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാ മീനും കൂടെ പെട്ടെന്ന് അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ എൻ്റെ പുറകിലേറ്റ മാത്തൂർ ഹാങ്ങിങ് ബ്രിഡ്ജേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ പോയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്കൊരു പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം.